ഹലോ ഡിയേഴ്സ്, 2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസാണ് ഇതിൽ പറയുന്നത്. നോക്കാം. 2025 ഫെബ്രുവരിയിൽ 10 മുതൽ 14 വരെ ഏഷ്യയിലെ പ്രമുഖ എയ്റോസ്പേസ് പ്രതിരോധ പ്രദർശനമായ എയ്റോ ഇന്ത്യ 2025 എവിടെയാണ് നടന്നത്? ക്വസ്റ്റ്യൻ ഏതാണ്? എയ്റോസ്പേസ് പ്രതിരോധ പ്രദർശനമായ എയ്റോ ഇന്ത്യ 2025 പ്രദർശന വേദി എവിടാണ്? ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ. രണ്ടാമത്തെ, 2025 പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയുടെ വായ്പാ സമയപരിധി ഏത് വർഷം വരെ നീട്ടി? 2025 പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി വായ്പാ സമയപരിധി ഏത് വർഷം വരെ നീട്ടി? ഉത്തരം 2030. ഇന്ത്യൻ സർക്കാർ 2025 മാർച്ച് മുതൽ വനിതാ ഹെൽപ്പ് ലൈൻ 181 ആരംഭിച്ചതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? എന്താണ് പ്രാഥമിക ലക്ഷ്യം? ദുരിതത്തിലായ സ്ത്രീകൾക്ക് 24/7 അടിയന്തര പ്രതികരണം നൽകുക. അതായത് ദുരിതത്തിലായ സ്ത്രീകൾക്ക് 24 മണിക്കൂർ അല്ലേ എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? അവർക്ക് ഒരു അടിയന്തര പ്രതികരണം നൽകുക എന്നതാണ് എന്ത് ലക്ഷ്യം വെച്ചത്? അതായത് ഇന്ത്യൻ സർക്കാർ 2025 മാർച്ച് മുതൽ വനിതാ ഹെൽപ്പ് ലൈൻ 181 കേട്ടോ, വനിതാ ഹെൽപ്പ് ലൈനാണ് 181 ആരംഭിച്ചതിൻ്റെ പ്രാഥമിക ലക്ഷ്യമാണ് എന്ത്? അവർക്ക് എവറി ടൈം എന്തിരിക്കുക? ഒരു അടിയന്തര പ്രതികരണം നൽകുക എന്നതിലാണ്. 2025 മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ സാമൂഹ്യ പ്രവർത്തകനായ ഗുണശേഖരൻ ജഗദീശൻ ഏത് നഗരത്തിലാണ്? കേട്ടോ, ഏത് നഗരത്തിലാണ്? കോയമ്പത്തൂർ. അതായത് എന്ത് കിട്ടി? മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടി സാമൂഹ്യ പ്രവർത്തകനാണ് ഗുണശേഖര ജഗദീശൻ. അദ്ദേഹം കോയമ്പത്തൂരാണ് നഗരം. 2025 സെപ്റ്റംബറിൽ താഴെ പറയുന്നവയിൽ ഏതിന് പ്രോത്സാഹനം നൽകുന്നതിനായി സായി NCSSRഉം IIT ഡൽഹിയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു? എന്തിന് പ്രോത്സാഹനം നൽകുന്നതായിട്ടാണ്? ഇന്ത്യയിൽ കായിക ശാസ്ത്രത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഉപയോഗം. ഇന്ത്യയിൽ കായിക ശാസ്ത്രത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഉപയോഗം. 2025 പുറത്തിറങ്ങിയ ഇനി പറയുന്ന പുസ്തകങ്ങളിൽ ഏതാണ് വൈവിധ്യമാർന്ന ആഗോള പോസ്റ്റിങ്ങുകളിൽ നിന്നുള്ള നയതന്ത്ര പങ്കാളികളുടെ വ്യക്തിപരമായ വിവരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരം? ജയശ്രീ മിശ്ര ത്രിപാഠി എഡിറ്റ് ചെയ്ത ദി അതർ സൈഡ് ഓഫ് ഡിപ്ലോമസി. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കാം. 2025 പുറത്തിറങ്ങിയ ഇനി പറയുന്ന പുസ്തകങ്ങളിൽ ഏതാണ് വൈവിധ്യമാർന്ന ആഗോള പോസ്റ്റിങ്ങുകളിൽ നിന്നുള്ള നയതന്ത്ര പങ്കാളികളുടെ വ്യക്തിപരമായ വിവരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരം? ജയശ്രീ മിശ്ര ത്രിപാഠി എഡിറ്റ് ചെയ്ത ഏതാണ്? ദി അതർ സൈഡ് ഓഫ് ഡിപ്ലോമസി. 2025 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആരോഗ്യം, പോഷകാഹാരം, ഫിറ്റ്നസ് 2047 വികസിത ഇന്ത്യ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഇനി പറയുന്ന പദ്ധതികളിൽ ഏതാണ് ആരംഭിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ആരോഗ്യമുള്ള സ്ത്രീകൾ, ശക്തമായ കുടുംബ ക്യാമ്പയിൻ. ആരോഗ്യമുള്ള സ്ത്രീകൾ, ശക്തമായ കുടുംബ ക്യാമ്പയിൻ. 2025 ജൂണിൽ ശാസ്ത്രീയ വിശകലനത്തിലും എയർഷെഡ് അധിഷ്ഠിത സമീപനത്തിലും അധിഷ്ഠിതമായ ഒരു സംസ്ഥാനതല ശുദ്ധവായു തന്ത്രം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തത്സമയ മുന്നറിയിപ്പുകൾ നൽകുന്നതിനായി 2025 ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് കവചം സംവിധാനം ആരംഭിച്ചത്? കവചം അതായത് ബി കേരളമാണ്. ബീഹാറിലെ പട്നയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ പട്ടികയിൽ
ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. അപ്പോൾ ബീഹാറിലെ പട്നയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഖേലോ ഇന്ത്യ ഗെയിംസ് പലതും ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് അങ്ങനെ പലതും ഉണ്ട്. അതിൽ യൂത്ത് ഗെയിംസ് 2025 ബീഹാറിൽ വെച്ച് നടന്നു. അതിൽ മെഡൽ പട്ടികയിൽ ഒന്നാമെത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഒന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ഒരു റിപ്പീറ്റഡ് ആണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം 2025 ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഉയർന്ന ബീറ്റ കരോട്ടിൻ അളവ് ചേർത്ത ഗോയിഡൻ ലെറ്റ്യൂസ് ഏത് സർവകലാശാലയിലെ ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത്? അതായത് ഗോയിഡൻ ലെറ്റ്യൂസ് ഏത് സർവകലാശാലയാണ്? പോളിടെക്നിക് യൂണിവേഴ്സിറ്റി ഓഫ് വാലൻസിയ, സ്പെയിൻ. UPV സ്പെയിൻ, യൂണിവേഴ്സിറ്റി ഓഫ് വാലൻസിയ. 2025 ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം വാട്സപ്പ് പോലുള്ള ജനപ്രിയ സന്ദേശമയക്കൽ ആപ്ലിക്കേഷനുകൾക്ക് പകരം ഏത് തദ്ദേശീയ സുരക്ഷിത ആശയവിനിമയ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഓപ്ഷൻ D ആയിരുന്നു, സാംഭവ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ 2025 ഓഗസ്റ്റിലാണ് പ്രഖ്യാപിച്ചത്. ഏത് ചിത്രമാണ് മികച്ച ഫീച്ചർ ഫിലിം അവാർഡ് നേടിയത്? 12th ഫെയിലാണ് കേട്ടോ, 12th ഫെയിൽ. 2025 ഇന്ത്യയുടെ ലോക്പാൽ അതിൻ്റെ അഴിമതി വിരുദ്ധ കൽപ്പനയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പുതിയ മുദ്രാവാക്യം സ്വീകരിച്ച മുദ്രാവാക്യം ലോക്പാലിൻ്റെ മുദ്രാവാക്യമാണ് പുതിയത്. പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നു കാട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റീസെൻ്റ് എക്സാം ചോദിച്ചത്. ഓക്കെ, താങ്ക് യു.